Hello everyone, welcome to Pram's Kitchen. നമുക്കിന്ന് റവ ലഡ്ഡു ഉണ്ടാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും റൈസിൻസും വറുത്തെടുക്കാം. റൈസിൻസ് ഫ്രൈ ചെയ്യുമ്പോൾ ഫ്ലെയിം നല്ല ലോയിൽ വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ബേൺ ആയി പോവും. അപ്പോൾ കാഷ്യൂ നട്ട്സും റൈസിൻസും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി സെയിം പാനിൽ തന്നെ നമുക്ക് റവ വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ മെഷർ ചെയ്തേക്കണത് റവ. അപ്പോൾ നെയ്യ് ചൂടായി കഴിഞ്ഞപ്പോൾ റവ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. 3-4 മിനിറ്റ് മതിയാവും റവ നന്നായിട്ട് റോസ്റ്റ് ആയി കിട്ടാനായിട്ട്. ഇപ്പം എനിക്ക് എക്സാക്ട്ലി 4 മിനിറ്റ് എടുത്തു റവ റോസ്റ്റ് ആയി കിട്ടാനായിട്ട്. റവയുടെ കളർ ചേഞ്ച് ആവണ വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനു മുമ്പ് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ കളർ ചേഞ്ച് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റവ ലഡ്ഡു ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഹാർഡായിരിക്കും അത്. ഇപ്പോൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള റവ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ റവ അളന്ന സെയിം ഗ്ലാസ്സിൽ തന്നെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഗ്ലാസ്സിൽ തന്നെ 1/4 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയും ചേർക്കുന്നുണ്ട്. പിന്നെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 4 ടേബിൾ സ്പൂൺ വാം മിൽക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് ഉരുട്ടിയെടുക്കാൻ. ഇനി നമുക്ക് ഈ മിക്സ്ചർ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. മുമ്പൊക്കെ ഞാൻ റവ വറുത്തിട്ട് പൊടിച്ച് പഞ്ചസാരയും കൂടി പൊടിച്ച് ചേർത്ത് റവ ലഡ്ഡു ഉണ്ടാക്കാറുണ്ട്. പക്ഷേ പിന്നീടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്തത്. അപ്പോൾ ആക്ച്വലി പൊടിച്ച് റവ ലഡ്ഡു ചെയ്യണേക്കാളും കൂടുതൽ ടേസ്റ്റി ഇങ്ങനെ ചെയ്യണതാണ്. പിന്നെ കോക്കനട്ട് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി കോക്കനട്ട് ചേർക്കാതെയാണ് ഇതുവരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ചേർത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഇത് ഒരാഴ്ച വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ റവ ലഡ്ഡു റെഡി. ഈ റവ ലഡ്ഡു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.